رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഇന്നിപ്പിയുടെ പാരന്റ് മദ്രസ സംരംഭത്തിലെ ഹിഫ്ള് തജ്വീദ് പഠന ക്ലാസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബയ്യിന മുഴുവനും നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ 5 നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഞാൻ ഗ്രൂപ്പിൽ ഒരു ക്വിസ് ഇട്ടിരുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അതിന് ഉത്തരം നൽകണം. അൽഹംദുലില്ലാ, ഞാൻ വരെ വളരെ കുറവായിരുന്നു. ഇന്നലെ ഇന്നുമായിട്ട് കുറച്ചധികം ആളുകൾ ഉത്തരം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം. നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു പുതിയ നിയമം പഠിക്കണം. അതോടൊപ്പം തന്നെ പുതിയ സൂറത്ത് അതും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കാം. അതായത് 28 ആളുകളായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് പതിയെ തുടങ്ങാം. നമ്മൾ അവസാനം പഠിച്ചത് നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ 5 നിയമങ്ങളാണ് നമുക്ക് മുമ്പിൽ പറഞ്ഞു വച്ചത്. ഒന്ന് ഇവഹാർ ആണ്, 2 ഇദ്ഗാം ബിഗുന്നയാണ്, 3 ഇദ്ഗാം ബില ഗുന്നയാണ്, 4 ഇഖ്ഫാ എന്ന നിയമമാണ്, 5 അതുപോലെ തന്നെ ഇഖ്ലാബ് എന്ന നിയമമാണ്. ഇത്തരത്തിൽ 5 നിയമങ്ങൾ നമ്മൾ പഠിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് പോകുന്നത്, ആദ്യം ഞാൻ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കുറച്ച് ആയത്തുകൾ ഇടും. നിങ്ങളത് കണ്ടിട്ട് ആദ്യം ഞാനൊന്ന് പാരായണം ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ പാരായണം ചെയ്യണം, മൈക്ക് ഓഫ് ആക്കിയിട്ട്. അതിൽ ഓരോ ആയത്തിലെയും നിയമങ്ങൾ ഞാൻ പറയും, അത് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഒരു വട്ടം കൂടി ഓടാം. അത് ഇനി പ്രാക്ടീസാണ്. പക്ഷെ അത് എല്ലാ ആഴ്ചകളിലും ഇനി അതുപോലത്തെ ഒരു 2 പേജെങ്കിലും, 2 പേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആയത്തുകൾ, ഇതുപോ ഒരു ഫുൾ പേജ് അല്ല, അതിന്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് 2 പേജുകൾ, 2 സ്ക്രീനായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസും കൂടി ആവും. നമ്മൾ പഠിച്ചിട്ട് ഓതുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാനിങ്ങനെ വലിപ്പിക്കുന്നത് വേറൊന്നുമല്ല. 10-40 പേരായ അത് പിന്നെ ആദ്യം മുതൽ പിന്നെയും പറയേണ്ടി വരുമോ? 31 തുടങ്ങാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. കുറച്ച് നിയമങ്ങൾ ഇതിനകത്ത് വരുന്നുള്ളൂ. പെട്ടെന്ന് കണ്ടപ്പോ ഇത് മതിയെന്ന് തോന്നിയത് കൊണ്ടാണ്. അധികവും ഇദ്ഗാമാണ് ഇതിനകത്തുള്ളത്. ഒരു നിയമമെങ്കിലും ക്ലിയർ ആയി പഠിക്കൂലോ എന്ന് എഴുതിയിട്ടാണ് തിരഞ്ഞെടുത്തത്. ഞാൻ ആദ്യം ഒരു വട്ടം ഓതാം, നിങ്ങൾ കേട്ടാൽ മാത്രം മതി. രണ്ടാമത് ഓതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഓതാം. മൂന്നാമതും നമ്മൾ ഓതും. നാലാമത് ഒരു പേജ് 3 പ്രാവശ്യം ഓതാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ. ആദ്യത്തെ മാത്രം കൂടെ ഓതണ്ട, 2, 3 കൂടെ ഓതണം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ فجعلناه في قرار مكين
إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم وأسقيناكم ماء فراتا ويل يومئذ للمكذبين. നമ്മൾ ഓതിയത് ഏകദേശം 4 വരിയാണ്. ഒന്നാമത്തെ ആയത്തിലും ഇദ്ഗാമുണ്ട്, അത് 2 സ്ഥലത്തുണ്ട്. രണ്ടാമത്തെ ആയത്തിലും ഇദ്ഗാം ബിഗുന്നയുണ്ട്. മൂന്നാമത്തെ ആയത്തിലും ഇദ്ഗാം ബിഗുന്നയുണ്ട്. നാലാമത്തെ ആയത്തിൽ ഇദ്ഗാം ബിഗുന്നയുണ്ട്, ബിലാഗുന്നയുണ്ട്. അഞ്ചാമത്തെ ആയത്തിൽ നിയമങ്ങളില്ല. ആറാമത്തെ ആയത്തിൽ ഇദ്ഗാം ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ആയത്തില് ഇദ്ഗാമും ഉണ്ട്, ഇഖ്ഫാവും ഉണ്ട്. അവസാനത്തിൽ ഇദ്ഗാമുണ്ട്, ഇദാമിലാകും. ഫുള്ള് ഇദ്ഗാമിന്റെ ഒരു കളിയുള്ള ഒരു ആയത്താണ്. ഇനി ഞാൻ ഓതുമ്പോൾ ഓരോ ആയത്തിലും നിയമങ്ങൾ പറയാം. നിങ്ങൾ അത് ഞാൻ നിയമങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്റെ കൂടെ ഓർമ്മ. ഓക്കെ. അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ. ഇപ്പൊ നമ്മൾ നല്ല പഠിച്ചേക്കണത് മിമ്മാഇൻ എന്നുള്ളതും മഹീൻ എന്നുള്ള 2 നിയമങ്ങളാണ്. സുക്കൂനുള്ള നൂന്, മീമിന് മിൻ എന്നുള്ളിടത്ത് മിൻ, സുക്കൂനുള്ള നൂന്, അതിനേശം മീമ് വന്നു. അപ്പൊ ഇദ്ഗാം ബിഗുന്ന. അലം നഖ്ലുഖും മിൻ മാഇൻ. ഉണ്ടോ? മിൻ മാ എന്നുള്ളത് കൂട്ടിച്ചേർത്തു. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് കൊടുക്കുക. മിൻ മാഇൻ മഹീൻ. മാഇൻ മഹീൻ എന്നുള്ളതും കൂട്ടിച്ചേർത്തു. അവിടെ തൻവീനേശം മീമ് വന്നു. മിൻ മാഇൻ മഹീൻ. അതങ്ങനെ ഓതണ്ട. അടുത്ത ആയത്ത് ഫജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ. തൻവീനേശം മീമ് വന്നു. ഇദ്ഗാം ഫീ ഖറാരിൻ മക്കീൻ ഇലാ ഖദരിൻ മഅലൂം. വീണ്ടും ഇദ്ഗാം മീമില്. ഇലാ ഖദരിൻ മഅലൂം. കൂട്ടിച്ചേർത്ത് മണിച്ചാണ് ഓതേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചു നേരം എന്ന് പറയുന്നത് കേട്ടോ. ഇലാ ഖദരിൻ മഅലൂം ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ വൈലു യൗമഇസിൻ ലിൽമുകദ്ദിബീൻ. ആദ്യത്തേത് ഇദ്ഗാം ബിഗുന്നയാണ്. വൈലു യൗമഇസിൻ യൗമഇസിൻ ലിൽമുകദ്ദിബീൻ എന്നുള്ളത് ഇദ്ഗാം ബിലാഗുന്നയാണ്. തൻവീനേശം ലാമ് വന്നാൽ എന്ത് ചെയ്യരുത്? കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കരുത്. വൈലു യൗമഇസിൻ ലിൽമുകദ്ദിബീൻ. രണ്ടുമുണ്ട്, ഇദ്ഗാമുണ്ട്, ബിഗുന്നയുണ്ട്, ബിലാഗുന്ന. അലം നജ്അലിൽ അർള കിഫാതാ അഹ്യാഅൻ വഅംവാതാ. അഗൈൻ ഇദ്ഗാമാണ്, വാവിലാണ്. അഹ്യാഅൻ വഅംവാതാ وجعلنا فيها رواسي شامخات وأسقيناكم അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്, വാവിലാണ്. അവിടെ ഇഖ്ഫ ആണ്. തൻവീനേശം ഫാ വന്നു, ഇഖ്ഫ ആണ്. വൈലു യൗമഇസിൻ ലിൽമുകദ്ദിബീൻ. നേരത്തെ പറഞ്ഞ ആയത്താണ്. വൈലു യൗമഇസിൻ വൈലു യൗമഇസിൻ ഇദ്ഗാം ബിഗുന്ന ലിൽമുകദ്ദിബീൻ. അവിടെ യൗമഇസിൻ ലിൽമുകദ്ദിബീൻ ഇദ്ഗാം ബിലാഗുന്ന. ഇത്ര നിയമങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു വട്ടം കൂടി ഓതാം. എന്നിട്ട് എല്ലാവർക്കും ഓതാനുള്ള സമയമില്ല, നമുക്ക് ഇപ്പൊ തന്നെ 9:10. അപ്പോ 2 പേര് മാത്രം ഓതിയാൽ മതി. അത് ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂടെ അലം നഖ്ലുഖും മിൻ മാഇൻ
مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ويل يومئذ للمكذبين. ഓക്കെ. ഇനി ഏതെങ്കിലും രണ്ടു പേർക്ക് താല്പര്യമുള്ള നന്നായി ഓതാൻ കഴിയുമെന്ന് തോന്നുന്ന രണ്ടു പേർക്ക് ഇൻഷാല്ലാ. السلام عليكم. ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات واسقيناكم ماء فراتا ويل يومئذ للمكذبين. ഓക്കെ മാഷാ. നമ്മൾ മണിക്കണ നിയമങ്ങൾ പറഞ്ഞു കൊടുത്ത അൽഹംദുലില്ലാഹ് നന്നായിട്ട് ഓതി. വസ്തൈനാക്കും അല്ല അസ്തൈനാക്കും. അലം നഖ്ലുഖുക്കും എന്നല്ല അലം നഖ്ലുഖും എന്നാണ്. ഒരു കാഫിന് മറ്റേ കാഫിലോട് ചേർക്കും, ഇദ്ഗാം ചെയ്യും. അത് വേറെ പഠിപ്പിക്കാൻ ഇൻഷാല്ലാ. അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞാത്തതായിരുന്നു. അൽഹംദുലില്ലാഹ് ബാക്കിയെല്ലാം നല്ല രീതിയിൽ ഓതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് നന്നായി ഓതി. എല്ലാ നിയമവും മണിക്കേണ്ട നിയമങ്ങളൊക്കെ മണിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇനി ഒരാളും കൂടി. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ويل يومئذ للمكذبين. ഓക്കെ മാഷാ അല്ലാഹ്.
ഇവിടെ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ഞാൻ സൗണ്ട് വന്നാന്ന് സോറി ട്ടാ. ഇല്ല നഷ്ടല്ല, നന്നായിട്ട് മതി. ഫഖദ്ദർനാന്നല്ല, ഫഖദർനാന്ന് മാത്രം, അത് മാത്രം നോക്കിയാൽ ശ്രദ്ധില്ല, അത് സൗണ്ട് കുഴപ്പമില്ല. വന്നപ്പോ എനിക്ക് സൗണ്ട് ഇവിടെ നിന്ന് കേട്ടപ്പോ ഞാൻ ആകെ ഇതായിപ്പോയി. കുട്ടികളുണ്ട്. ഓക്കെ, ഇനി അടുത്ത പേജിലാണ്. അൽഹംദുലില്ലാ നമുക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. സെക്കൻഡ് പേജിലാണ്. ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഭാഗമായിട്ടാണ് ഞാൻ എടുത്തപ്പോൾ വിചാരിച്ചത്. സൂറത്തുൽ മആരിജാണ്. ഇതിന് നിയമങ്ങൾ കുറവാണ്, കുറച്ചുള്ളൂ. അതും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നിയമങ്ങളും എന്തെങ്കിലും പരിശുദ്ധ ഖുർആൻ അധികവും ഇദ്ഗാമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് തന്നെ ഇവിടെ സംഭവിച്ചേക്കുന്നത്. എന്നാൽ പോലും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا طعام إلا من غسلين لا يأكله إلا الخاطئون فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل. എവിടെയാണ് നിയമങ്ങൾ വന്നത് ജസ്റ്റ് നോക്കൂ. സൗണ്ട് കേൾക്കണുണ്ടോ? ഓക്കെ, ഏകദേശം നിയമങ്ങള് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ആയത്തിൽ വലാ ത്വആമുൻ ഇല്ല, ഇൽഹാർ വ്യക്തമാക്കി ഓതണം. വലാ ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. മിൻ ഗിസ്ലീനും ഇൽഹാർ. തൊണ്ടയെന്ന് വരുന്ന അക്ഷരാണ്, ഗൈനാണ്, സുക്കൂൺ വന്നു. അവിടെ രണ്ട് ഇൽഹാർ കൃത്യമായിട്ട് നമ്മൾ ഓതണം. രണ്ടാമത്തെ ആയത്തിൽ ഒന്നുമില്ല, മൂന്നാമത്തെ ആയത്തിൽ നിയമങ്ങളില്ല, നാലാമത്തെ ആയത്തിലില്ല, അഞ്ചാമത്തെ ആയത്തിൽ രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന് ഗുന്നയാണ്, ഇന്നഹു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇഖ്ഫ, റസൂലിൻ കരീം. അടുത്തത് വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഇദ്ഗാം ബിഗുന്ന. വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. അവിടെ ഇദ്ഗാം ബിഗുന്ന. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. മൂന്ന് നിയമങ്ങളുണ്ട്. ഒന്ന് ഇഖ്ഫ, തൻസീലും മിൻ, തൻസീലും മിൻ. അവിടെ ഇദ്ഗാം ബിഗുന്ന. മിർ റബ്ബിൽ ആലമീൻ. മിൻ റബ്ബി, അവിടെ ഇദ്ഗാം ബിലാ ഗുന്ന. വലൗ തഖവ്വല അലൈനാ ബഅ്ളൽ അഖാവീൽ. അതിന് നിയമങ്ങളൊന്നുമില്ല. അപ്പൊ ഏകദേശം നാലായത്തിലും നിയമങ്ങളില്ല, ബാക്കി എല്ലായത്തിലും നിയമങ്ങളുണ്ട്. ഇനി ഞാൻ ഓതുമ്പോ എന്റെ കൂടെ ഓതുക. ولا طعام إلا من غسلين لا يأكله إلا الخاطئون فلا أقسم بما تبصرون وما لا تبصرون إنه لقول
كريم وما هو بقول الشاعر قليلا ما تؤمنون ولا بقول ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل ولا بقول കാഹിൻ അവിടെ കാഫും കോഫും വരുന്നുണ്ട്. എനിക്ക് തന്നെ മാറിപ്പോലുണ്ട്, ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുകൊണ്ട് കൗലി കാഹിൻ ഖലീലൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ആരാ രണ്ടാളുകളോ ഉത്തരം? ഞാനോതാ. ഓക്കെ. أعوذ بالله من الشيطان الرجيم ولا طعام إلا من غسلين لا يأكله إلا الخاطئون فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل. മാഷാ അല്ലാഹ്, വളരെ സന്തോഷമായിട്ടോ. എല്ലാം ഓതിയവരെല്ലാം നന്നായി ഓതുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഓക്കെ, ഒരാൾ മതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا طعام إلا من غسلين لا يأكله إلا الخاطئون فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل. മാഷാ അല്ലാഹ്. ശരിക്കേ ക്ലാസ് എടുക്കാൻ പേടിയാണ്. എന്നേക്കാൾ നന്നായി ഓതുന്നുണ്ട്, പഠിപ്പിക്കണമുണ്ട്. അപ്പൊ നമ്മള് തെറ്റു പറഞ്ഞു പോയ പണിയാവുമല്ലോ എന്ന് പേടിയാണ്. മാഷാ അല്ലാഹ്, നന്നായി ഓതുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊന്ന് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോന്നണേ. ഇവിടുന്ന് ആയിരിക്കൂല, ഇവിടുന്ന് ആണെങ്കിൽ വലിയ സന്തോഷം, വലിയ സന്തോഷം. അൽഹംദുലില്ലാ. ശരി, അപ്പൊ നമ്മളിപ്പോ നിലവില് കണ്ടോതാനുള്ള കഴിഞ്ഞു. ഇത് നമ്മുടെ മുമ്പിലുള്ളത് ഇൻഷാ അല്ലാഹ് ഒരു നിയമമാണ്. അത് ഞാൻ പിന്നീട് കാണിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതേ, നമ്മളിപ്പോ 5 നിയമങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആ 5 നിയമങ്ങളും സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള മീമിന് ശേഷവും ചില നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ്. സുക്കൂനുള്ള മീമിന് ശേഷവും ചില നിയമങ്ങളുണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷമുള്ള നിയമങ്ങൾ, തൻവീനുള്ള ശേഷ നിയമങ്ങൾ ഏതാണ്? ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം,
രണ്ടെണ്ണം, പിന്നെ ഇഖ്ലാബ്. 5 നിയമങ്ങളാണ് ഉള്ളത്. ഇതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷവും എന്തുണ്ട്? ചില നിയമങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണം. സുക്കൂനുള്ള മീമിന് ശേഷം 2 അക്ഷരങ്ങൾക്കാണ് നിയമങ്ങൾ വരിക പ്രധാനമായിട്ട്. ഒന്നാമത്തെ അക്ഷരം സുക്കൂനുള്ള മീമിന് ശേഷം മീം വരലാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീം വരലാണ്. മറ്റൊന്ന് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരലാണ്. ആലോചിക്കണം. ഒന്ന് സുക്കൂനുള്ള മീമിന് ശേഷം മീം വരലും നിയമങ്ങളാണ്, 2 നിയമങ്ങളാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ മുഴുവനും ഇബ്ഹാറാണ്. ഞാൻ ആദ്യം ആ സ്ക്രീൻ കാണിക്കാം. അപ്പൊ നമുക്ക് അറിയാം. നോക്കുങ്ങള്, മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഇബ്ഹാറാണ്. ഇബ്ഹാറിന്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള മുഴുവൻ അക്ഷരങ്ങളും, ബാക്കിയുള്ള ഹംസ, താ, ഹ, ജീം, ഹ, ഖ, ദാൽ, വാൽ, റാ, സ, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, വാവ്, ഐന്, ഗൈന്, ഫാവ്, ഖാഫ്, കാഫ്, ലാം, നൂന്, ഹാ, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ സുക്കൂനുള്ള മീമിന് ശേഷം ഒന്നും ചെയ്യരുത്. വ്യക്തമാക്കി തന്നെ ഓതിക്കൊള്ളണം. എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാओ മീമോ വന്നാൽ നിയമം മാറും. നമുക്ക് ആദ്യം മീമ് നോക്കാം. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ ചെയ്യേണ്ടത് നേരത്തെ ഇദ്ഗാം എങ്ങനെയാണോ സാധാരണ ചെയ്യാറുള്ളത് തന്നെ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം. ഇതിന്റെ പേര് ഇദ്ഗാം എന്നല്ല കേട്ടോ. ഇദ്ഗാം എന്ന് പൊതുവെ പറയുന്നത് സുക്കൂനുള്ള നൂനിന് ശേഷമുള്ള ആ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ വരുമ്പോഴാണ് അതിന് ഇദ്ഗാം എന്ന് പറയാം. ഇവിടെ പറയുന്ന പേര് ഇദ്ഗാം ശഫവി എന്നാണ്. ഇദ്ഗാം ശഫവി എന്ന് പറഞ്ഞാൽ, ശഫവിയ എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞാൽ അത് സുക്കൂനുള്ള മീമിന് ശേഷം മീം വരലാണ്. നമ്മള് അത് ഉദാഹരണങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഫീ ഖുലൂബിഹിം മറദ്, ഫീ ഖുലൂബിഹിം മറദ്. കണ്ടോ? ഖുലൂബിഹിം എന്നതിന്റെ അവസാനത്തെ അക്ഷരം മീമാണ്, തൊട്ടടുത്ത അക്ഷരവും മീമാണ്. ലഹും ലഹും എന്നുള്ളതിന് അവസാനം മീമാണ്, അടുത്ത അക്ഷരവും മീമാണ്. തൂജികും മിൻ, തൂജികും മിൻ. കണ്ടോ? തുഞ്ചിക്കും മീമാണ്, അടുത്ത അക്ഷരവും മീമാണ്. യഇദുകും മഗ്ഫിറ. വആമന ആമനഹും മിൻ, വആമനഹും മിൻ. കണ്ടോ? ആമനഹും എന്നുള്ള മീമാണ്, ഇതിനെ പറയുന്നത് ഇദ്ഗാം എന്നാണ്. ഇദ്ഗാം ശഫവിയ്യ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം മീം വരുമ്പോഴുള്ള നിയമമാണ്. സെയിം നിയമം ഇഖ്ഫാവ് എന്നതുണ്ട്. ഇഖ്ഫാവ് ശഫവിയ്യ. എന്താണ് ഇഖ്ഫാവ് ശഫവിയ്യ എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരിക. വമാഹും ബിമുഅ്മിനീൻ. ഉദാഹരണം ആയിക്കോളെ. വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബിസുഖാറ, വമാഹും ബിസുഖാറ, തർമീഹിം ബിഹിജാറ, തർമീഹിം ബിഹിജാറ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ബാ ഉപയോഗിക്കണം എപ്പോഴാ? സുക്കൂനുള്ള നൂനോ തൻവീനു ശേഷം ബാ വന്നാൽ അത് ഇഖ്ലാബാണ്. ഇഖ്ലാബിന്റെ പണി എന്താ? തൻവീനിനെയും നൂനിനെയും മീമാക്കലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് വേറെ നിയമമാണ്. ഇവിടെ വരുന്നത് സുക്കൂനുള്ള മീമിന് ശേഷം മീം വരലാണ്, സോറി ബാ വരലാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരലാണ്. അതാണ് 3 ഉദാഹരണം വായിച്ചത്. വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബിസുഖാറ, തർമീഹിം ബിഹിജാറ. ഈ 2 നിയമങ്ങൾ നമ്മുടെ തലച്ചോറിനകത്ത് കയറണം. ഇഖ്ഫാ, 2 ഇഖ്ഫാ ഉണ്ട്. ഒന്നാമത്തെ ഇഖ്ഫാ 15 അക്ഷരം ഇഖ്ഫാ. അതെന്താ ചെയ്യേണ്ടത്? മാറ്റി മറിച്ചപ്പോ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം. രണ്ടാമത്തെ ഇഖ്ഫാവിന്റെ പേരെന്താ? ഇഖ്ഫാഉ ശഫവിയ്യ. അതിന്റെ ഉദ്ദേശം എന്താ? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യണം? സോറി, മറച്ച് മണിച്ച് ഓതണം. അതായത് അവ്യക്തമാക്കി ഓതണം. അതുപോലെ തന്നെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം 6 അക്ഷരങ്ങൾ. അത് ഇദ്ഗാം ബിഗുന്നയുണ്ട്, ബിലാ ഗുന്നയുണ്ട്. പക്ഷെ എന്താണ് ഇദ്ഗാം
ഇദ്ഗാമ് ഷഫവിയ്യ എന്ന് ചോദിച്ചാലോ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വരലാണ്. ഈ മീമോ ബാ ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളും എന്താണ്? ഇൽഹാറു ഷഫവിയ്യ എന്നാണ് പറയാ. ഇൽഹാറു ഷഫവിയ്യ. അതൊന്നും ചെയ്യേണ്ടതില്ല, അതൊന്നും പഠിക്കേണ്ടതുമില്ല. കാരണം നമ്മൾ സാധാരണ മീമിന് ശേഷം വന്നാൽ, അല്ലെങ്കിൽ മീമിന് ശേഷം താ വന്നാൽ, മീമിന് ശേഷം ജീമ വന്നാൽ ഒന്നും ചെയ്യാറില്ല, അങ്ങനെ വെറുതെ ഓതി പോകാറുള്ളൂ. അതേ സമയത്ത് മീമോ ബാഓ വന്നാൽ നമ്മൾ ആലോചിക്കണം, ഇവിടെ നിയമമുണ്ട്, നമ്മൾ അവിടെ ശ്രദ്ധിച്ച് ഓതേണ്ടതുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ച സ്ക്രീനിലെ പാഠം ഞാൻ ഓതാൻ പറഞ്ഞ നിങ്ങളടുത്ത് ഓതാൻ പറഞ്ഞ പാഠത്തിന്റെ ഫസ്റ്റ് ആയത്ത് നിങ്ങൾ നോക്കി. അലം നഖ്ലുഖും മിൻ, കണ്ടോ? ഞാൻ അപ്പൊ പറയുകയും ചെയ്തു നിങ്ങളോട് ഇത് നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. അതുപോലെ തന്നെ അവസാനത്തെ തൊട്ടുമ്പത്തെ ആയത്ത് അവിടെ ഒക്കെ വരുന്നത് എന്താണ്? അവിടെ ഒക്കെ വരുന്ന നിയമം സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വരുമ്പോഴുള്ള ഇദ്ഗാമാണ് എന്നതുകൂടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് സജീവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കണം. ഇൻഷാ അല്ലാഹ് അത് പഠിക്കുകയും വേണം. അടുത്ത ക്ലാസ്സിൽ ഓതുമ്പോൾ അത് ശ്രദ്ധിക്കുകയും വേണം. പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് ഹിഫ്ളാണ്. അൽഹംദുലില്ലാഹ് ഏകദേശം ഏറ്റവും നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ ക്വിസ് നടത്തിയപ്പോൾ അതിൽ അധിക ആളുകളും 15ന്റെ മുകളിൽ സൂറത്തുകളൊക്കെ പഠിച്ചു എന്ന് പറയുന്ന ആളുകളെയാണ് കാണാൻ സാധിച്ചത്. വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് എല്ലാവരും മുഴുവൻ പഠിക്കണം. 15 എന്ന് പറഞ്ഞാൽ ഇനിയും 2 സൂറത്തും കൂടി പഠിക്കാനുണ്ട്. കാരണം നമ്മൾ ടോട്ടൽ എടുത്തത് 17 സൂറത്തുകളാണ്. പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് പഠിക്കുക. അത് ടഫ് ആണെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിൽ ഓരോ അഡ്മിന്മാരുണ്ട്, അവരോട് ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയി കിട്ടണമെങ്കിൽ ഇനിയിപ്പോ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. കാരണം ഖുർആൻ പഠിക്കാനാണ്. അതുകൊണ്ട് നിർബന്ധമായും ബയ്യിന കുറച്ച് വലിയ സൂറത്താണ്, അത് ഓർത്തിട്ട് പഠിക്കാതിരിക്കരുത്. ഇനി നമ്മൾ അത് ക്ലിയർ ആയി പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ കൊടുക്കുന്ന 2 സൂറത്തുകളാണ്. ഒന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത്. രണ്ടാമത്തെ സൂറത്ത് വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത്. ഇഖ്റ ഇൻഷാ അല്ലാഹ് ബയ്യിനും കൂടി എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഖ്റയിലോട്ട് പോവാം. ഇപ്പൊ ഇഖ്റ എടുത്ത് ചിലപ്പോ ബയ്യിന ഉണ്ടാവില്ല, ഇഖ്റ ഉണ്ടാവില്ല. അപ്പൊ വത്തീനി വസ്സൈത്തൂനും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നീ 2 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഓതും. കുറെ വട്ടം ഓതും. നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഒരുപാട് വട്ടം നമ്മൾ ഓതും. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ അത് പഠിച്ചു വരുന്ന ഒരു രൂപത്തിലേക്ക് മാറും. നിങ്ങൾ എല്ലാവരും ഖുർആൻ എടുക്കുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് എടുക്കുക. എത്രയും പെട്ടെന്ന്. എടുത്തു നിങ്ങളെല്ലാരും. ആരെങ്കിലും ഒന്ന് ഓതോ? എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തായതുകൊണ്ട് തുടക്കം നിലക്ക് കണ്ടോതിയാൽ മതി കേട്ടോ, കാണാതൊന്നും ഓതണ്ട, കണ്ടോതി. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. ഓക്കെ. വത്തീനി വസ്സൈത്തൂൻ ആരെങ്കിലും
عليكم. ഇസ്ലാം ഓടിക്കോളെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون والطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن التقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ഓക്കെ മാഷാഅല്ലാ, നന്നായിട്ട് വരുന്നുണ്ട്. ശരി, നമുക്ക് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ സ്ക്രീനിൽ കാണാം ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് ഓതാം ഇൻഷാ അല്ലാ. കുറച്ച് നിയമങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ആയത്തിൽ ഒരു ഇഖ്ഫ ഉണ്ട്, രണ്ടാമത്തെ ആയത്തിലില്ല. മൂന്നാമത്തെ ആയത്തിൽ ഒരു ഇദ്ഗാം ഉണ്ട്, ഒരു ഇദ്ഹാർ ഉണ്ട്. നാലാമത്തെ ആയത്തിൽ ഒരു ഇപ്പൊ പഠിച്ച നിയമം ഇദ്ഗാം ഉണ്ട്. ലാസ്റ്റത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരായത്തിൽ രണ്ട് പ്രാവശ്യം ഓതും കേട്ടോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر. രണ്ട് നിയമമുണ്ട് കേട്ടോ. ഇദ്ഗാം ശഫവി ഉണ്ട്, അവിടെ ഒരു ഇഖ്ഫ ഉണ്ട്. മിൻ കുല്ലി تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. سلام هي حتى مطلع الفجر. അപ്പോ ഈ സൂറത്ത് കാണാതെ പഠിക്കേണ്ട സൂറത്താണ് ഇൻഷാ അല്ലാഹ്. ഈ ആഴ്ചയിൽ ഈ സൂറത്തും അടുത്ത ആഴ്ചയിൽ വത്തീൻ വസ്സൈത്തൂനും, അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി സൂറത്തുകൾ എന്ത് ചെയ്യണം, ബയ്യന പോലത്തെ ഇതാ കേൾപ്പിക്കാത്ത സൂറത്തുകൾ ക്ലിയർ ആയിട്ട് അത് കേൾപ്പിക്കാൻ വേണം. ഞാൻ ഇനി വത്തീൻ വസ്സൈത്തൂൻ ഓതാം. വത്തീൻ വസ്സൈത്തൂൻ അൽഹംദുലില്ലാഹ് നല്ല ആശയം ഉള്ള എല്ലാ സൂറത്തുകളും ആശയമുള്ളതാണ്. ഇത് നല്ല ആശയമുള്ള ഒരു സൂറത്ത് തന്നെയാണ്. ഇതിന് മൂന്നാമത്തെ ആയത്തിൽ ഒരു ഇഖ്ഫ ഉണ്ട്, പിന്നെ നാലാമത്തെ ആയത്തിൽ ഒരു ഗുന്നയുണ്ട്, അഞ്ചാമത്തെ ആയത്തിൽ ഒരു ഇദ്ഹാറുണ്ട്, രണ്ട് ഇദ്ഹാറുണ്ട്. ഒന്ന് ഇദ്ഗാമിന്റെ മീംസാക്കിന്റെ ഇദ്ഹാറാണ്, അല്ലാത്തൊരു ഇദ്ഹാറുണ്ട്. അതുപോലെ തന്നെ വേറെ നിയമങ്ങളില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين
وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله أحكم الحاكمين وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين صدق الله ഇൻഷാല്ല ഈ രണ്ട് സൂറത്തുകൾ കാണാതെ പഠിക്കണം. ഞാൻ പഴയ സൂറത്തുകൾ ചോദിക്കുന്നില്ല. അടുത്ത ക്ലാസ് ഇൻഷാല്ല പഴയ സൂറത്തുകൾ ഉൾപ്പെടെ എല്ലാം ഓദിക്കും, കണ്ടും ഓദിക്കും ഇൻഷാല്ല. ആ രൂപത്തിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പിന്നെ ക്വിസിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാവരും അതിലൊന്ന് പങ്കെടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം ഇൻഷാല്ല. നമ്മുടെ പഠിച്ച കാര്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തപ്പെടാൻ വളരെ ഉപകാരമായിരിക്കും ഇൻഷാല്ല. അതിന് ആൻസർ കീയെല്ലാം ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇൻഷാല്ല. രണ്ട് സൂറത്ത് ഹിഫ്ളാക്കുക. പഠിച്ച നിയമങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോഴൊക്കെ ഓത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.